PMA സലാം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും പൊതുരംഗത്തുള്ളവരല്ലേ? ചോദിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്ന് മറ്റ് നടപടികളിലേക്ക് പോകും. പറഞ്ഞല്ലോ, അത് 100 വട്ടം പറഞ്ഞു. വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? ഇനി വനിതാ ലീഗിൻ്റെ നിലപാട് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി പറയണം, അല്ലെങ്കിൽ ഇത് ദേശീയ കമ്മിറ്റി പറയണം. ഏതെങ്കിലും വ്യക്തി പറഞ്ഞാൽ വനിതാ ലീഗിൻ്റെ നിലപാടല്ല. ഈ പേരാമ്പ്രയില് LDFന്റെ ഒരു അനൗൺസ്മെന്റ് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതായത് അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അതിൽ വർഗീയമായ പരാമർശമൊക്കെ ഉണ്ട് എന്ന നിലയിലാണ് UDF ആരോപണമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിൽ വർഗീയമായ നിലപാടില്ലേ? വർഗീയമായ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ കൽപ്പിച്ചു കൂട്ടി നടത്തിയൊരു പ്രചരണമാണ് എന്ന് ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾക്ക് മാത്രമല്ല. നേരത്തെ വടകരയിൽ ഷാഫിക്കെതിരെ കാഫർ സ്ക്രീൻ പ്രിൻ്റ് വന്നത് ഇതുപോലെയാണ്. ഇത് പരാജയം തൊട്ട് മുമ്പിൽ എത്തുമ്പോൾ ഇവർ കാണിക്കുന്ന ഒരു കളിയാണ്. സത്യത്തിൽ BJPയേക്കാളും വർഗീയത ആളിക്കത്തിച്ച് 4 സീറ്റ് 3 വോട്ട് കൂട്ടാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി ജന്മനാ കൊണ്ടു നടക്കുകയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും കൃഷ്ണപിള്ളയുടെയും AKGയുടെയും ഒക്കെ പാർട്ടി പിണറായിയിലേക്ക് എത്തിയപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇത് കേരളത്തിലെ ഏതൊരു മനുഷ്യനും മനസ്സിലാകും. ഇതിൻ്റെ ഞങ്ങൾ നിയമപരമായി നേരിടാൻ പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. രാഷ്ട്രീയമായി ഞങ്ങൾ അതിനെ ജനങ്ങളെ ബോധവാന്മാരാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മതേതര ചിന്താഗതിക്കാരായ മനുഷ്യർ UDFന്റെ കൂടെ കൂടുതൽ പിന്തുണയോടുകൂടി നിൽക്കും. അതിനുള്ള ഒരു കാരണം കൂടിയാണിത്. വടകരയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ഇത്തരം ഈ മണ്ഡലങ്ങളിലൊക്കെ ഞങ്ങൾ വിജയിക്കും. PMA സലാം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.